ചങ്ങായിമാരെ, KSRTCയിലെ വൈകുന്നേരഘട്ട സൗജന്യ യാത്രയുണ്ടല്ല അടുത്ത മാസം തൊട്ട് സ്റ്റാർട്ട് ആവുകയാണ്. അത് പ്രഖ്യാപിച്ച UDF സർക്കാരിന് എന്റെ എല്ലാ അഭിനന്ദനങ്ങളും. പക്ഷെ ഞാനിപ്പോ പറയാൻ പോകുന്നത് 2 ദിവസം മുന്നേ കുറച്ച് BJPന്റെ കുലശ്രീ സംഘടനകള് KSRTCയിൽ സൗജന്യ യാത്ര വേണമെന്ന് പറഞ്ഞ് ഒരു ഒന്നൊന്നര സമരം നടത്തിയിരുന്നല്ലോ. അതിന് നേതൃത്വം കൊടുത്ത കാസർഗോഡ് തോറ്റ MLA അശ്വിനിയില്ലേ, അവരെ കുറിച്ചാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിനും എന്തിന് മന്ത്രിസഭ കൂടുന്നതിന് മുന്നേ കുലശ്രീ സംഘടന നടത്തിയ ആ നാടകമുണ്ടല്ല, ആ നാടകത്തെ കേരളം മൊത്തം തള്ളിക്കളഞ്ഞതാണ്. എന്തിന് BJPയിലെ തന്നെ ബുദ്ധിയും വിവരമില്ലാത്ത കുലശ്രീ പുരുഷന്മാരില്ലേ, ആ പുരുഷന്മാരടക്കം കുലശ്രീ നടത്തി ഈ സമരത്തെ ഉണ്ടല്ല തള്ളിക്കളഞ്ഞിന്. പക്ഷെ എന്താ ചെയ്യാ, കാസർഗോഡ് നമ്മളെ തോറ്റ MLA അശ്വിനി ഉണ്ടല്ല അതിനെ ന്യായീകരിച്ചുകൊണ്ട് വരികയാണ്. ഒരു ഒന്നൊന്നര ന്യായീകരണമാണ് ന്യായീകരിക്കുന്നത്. നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ അത്. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം മഹിളാ മോർച്ച സംസ്ഥാന വ്യാപകമായി നടത്തിയ KSRTC ബസ്സിലെ ഫ്രീ ടിക്കറ്റ് നൽകണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരത്തിന്റെ എതിരായിട്ട് നിരവധി കമന്റുകൾ ഞാൻ വായിച്ചു. അതിൽ നമുക്ക് സജഷൻസ് ഉണ്ടായിരുന്നു, അതേപോലെ കുറെ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ BJPയോ അല്ലെങ്കിൽ മഹിളാ മോർച്ചയോ അത്രക്ക് ബുദ്ധിയില്ലാത്ത ആൾക്കാരൊന്നും അല്ല. നമ്മൾ ഈ സമരം അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്. നമുക്കും അറിയാം, ഒരു മാനിഫെസ്റ്റോയിൽ കൊടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രി ആയ ശേഷം തന്നെ നടപ്പിലാക്കാൻ പറ്റും എന്ന സാമാന്യ ബോധ്യം മഹിളാ മോർച്ചക്കും അതേപോലെ BJPക്കും നന്നായിട്ട് അറിയാം. എന്റെ കാസർഗോഡ് തോറ്റ MLA നിങ്ങൾ കണ്ടില്ല, സാമാന്യ ബുദ്ധിയില്ല അസാമാന്യ ബുദ്ധിയില്ല. അത് നിങ്ങളെ വർത്താനം കേൾക്കുമ്പോഴല്ല കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണല്ലോ നിങ്ങൾ മന്ദബുദ്ധികളല്ല കുറച്ച് ബുദ്ധിയിടുന്നു പറഞ്ഞ് ഈ വീഡിയോ ചെയ്യേണ്ട അവസ്ഥയുണ്ടായത്. നിങ്ങളെന്ന് ആലോചിച്ചോട്ടെ, ലോകത്ത് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട അവസ്ഥയുണ്ടോ? അതായത് നമ്മൾ മന്ദബുദ്ധികളല്ല നമുക്ക് കുറച്ച് ബുദ്ധിയിടുന്നു പറഞ്ഞ് ലോകത്ത് ആരെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ? എന്റെ കുലശ്രീ സംഘിണി അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ കുലശ്രീ സംഘിണിയെ കൊണ്ട് ഈ ലോകത്ത് പറ്റൂ. പിന്നെ കുലശ്രീ സംഘിണി ചേച്ചി വേറൊരു കാര്യം കൂടി ആലോചിക്കണം കേട്ടാ. നിങ്ങളെ കുറച്ച് ചെറുതായിട്ടെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നിങ്ങളെ പുരുഷ കുലകളില്ലേ, ആ പുരുഷ കുലകള് നിങ്ങളെ ചെറുതായിട്ടെങ്കിലും സപ്പോർട്ട് ചെയ്തതിനെ. പക്ഷെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോലും കുറച്ചു പോലും ബുദ്ധി നിങ്ങൾ കാണിക്കാത്തത് കൊണ്ടാണ് നിങ്ങളെ പുരുഷ കുലകളില്ലേ, ആ പുരുഷ കുലകൾ പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തത്. വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ, എന്നെ കുലശ്രീ സംഘിണി നിങ്ങളെ പോലത്തെ ഒരാളുണ്ടല്ല കാസർഗോഡ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് എപ്പോഴാണെന്നറിയാം. കുറച്ചു ദിവസം മുന്നേ ഉണ്ടല്ല ഒരു ടോൾ സമരം ഉണ്ടായില്ലേ, ആ ടോൾ സമരം വിജയിച്ചപ്പോണ്ടല്ല ആ ടോൾ സമരത്തിന്റെ 7 അയലത്ത് പോലും ഉണ്ടാക്കാതിരുന്ന നിങ്ങളുണ്ടല്ല, ഞാനാണ് ആ ടോൾ സമരം വിജയിപ്പിച്ചതെന്ന് പറ്റി ഒരു പ്രകടനം നടത്തിയില്ലേ, ഒരു ഒന്നൊന്നര കോമഡി പ്രകടനം. ആ പ്രകടനം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാസർഗോഡും ബുദ്ധിയും വിവരമില്ലാത്ത ഒരു കുലശ്രീ സംഘടന ഉണ്ട് എന്ന്. എന്തായാലും നമുക്ക് നമ്മളെ കാസർഗോഡ് തോറ്റ MLA തീരെ ബുദ്ധിയും വിവരമില്ലാതെ പറഞ്ഞ അടുത്ത കുറച്ച് കാര്യങ്ങൾ കൂടി കേട്ടാലോ. ഞങ്ങൾ സമരം ചെയ്തത് കോൺഗ്രസിന്റെ വാക്കുകളെ എതിരാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ലീഡേഴ്സ് മെയ് 15 മുതൽ ബസ്സുകളിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാന്ന് പറഞ്ഞത്? അത്രക്ക് കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാരാണോ കോൺഗ്രസിന്റെ ലീഡേഴ്സ്? ആദ്യമായിട്ട് നിങ്ങൾ അവരോട് നിങ്ങൾ ചോദ്യം ചോദിക്കണം. നമുക്കറിയാം, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് LDF സർക്കാർ ജനങ്ങളെ പറ്റിച്ച് ഇന്ന് അവരുടെ ഭരണം അവസാനിച്ചിരിക്കുകയാണ്. ഇനി VD സതീശനും അതേപോലെ VD സതീശന്റെ ടീം ഇനി 5 കൊല്ലം ഇവിടെ ജനങ്ങളെ പറ്റിക്കാൻ ഇനി ഞങ്ങൾ വിടുന്നില്ല. ഇന്ദിരാ ഗ്യാരണ്ടി ആയിട്ട് 5 വാഗ്ദാനങ്ങളാണ് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ ഉണ്ടായത്. അതെല്ലാം നമുക്ക് ഓർമ്മയുള്ളതാണ്. ഈ 5 വാഗ്ദാനങ്ങൾ നടപ്പിലാക്കില്ലെങ്കിൽ VD സതീശൻ അതേപോലെ VD സതീശന്റെ ടീം ഇനി 5 കൊല്ലം സ്വസ്ഥമായിട്ട് ഭരിക്കാൻ BJPയോ അല്ലെങ്കിൽ മഹിളാ മോർച്ചയോ വിടാനൊന്നുമില്ല. ജനങ്ങൾക്ക് നീതി നൽകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ BJP അതേപോലെ മഹിളാ മോർച്ച പ്രവർത്തിക്കുന്നുള്ളത്. അതുക്കുള്ള കോമൺ സെൻസ് ഞങ്ങൾക്കുണ്ട്. എന്റെ കുലശ്രീ സംഘിണി ചേച്ചി നിങ്ങളുണ്ടല്ല, മിന്റിനി നമുക്ക് കോമൺ സെൻസ് ഉണ്ട് എന്ന് പറയുമ്പോണ്ടല്ല നിങ്ങൾക്ക് ആ സാധനം തീരെയില്ലാന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ഉണ്ടല്ലോ, ഈ വലിയ കള്ളന്മാരുണ്ടല്ല കളവ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കട്ടിട്ടില്ല എന്ന് പറയാ. അതുപോലെയാണ് നിങ്ങൾ കുലശ്രീ സംഘിണി ചേച്ചി ശുദ്ധ മണ്ടത്തരം കാണിച്ചിട്ട് നമ്മൾ മണ്ടത്തികളല്ല എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളിപ്പോ കുറ്റം പറഞ്ഞ LDF UDF ഉണ്ടല്ല, അവർ കുറെ കാലം ഇവിടെ ഭരിച്ചിട്ടാണ്. നിങ്ങളുണ്ടല്ല, നിങ്ങളെ BJPക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ല അതിന്റെ ആ ലോ ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകാതിരുന്നത്. ആ ഒരു കാര്യത്തിലുണ്ടല്ല കേരളത്തിലെ ജനങ്ങളുണ്ടല്ല UDFനോടും LDFനോടും ഉണ്ടല്ല ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങളുണ്ടല്ല UDFന്റെ LDFന്റെ വാഗ്ദാനങ്ങളെ കുറിച്ച് ഘോരം സംസാരിക്കുന്നുണ്ടല്ലോ. ആ നിങ്ങളോട് ഞാനൊരു കാര്യം ചെയ്യിക്കട്ടെ, എവിടെ 50 രൂപയുടെ പെട്രോൾ എവിടെ 2 കോടി തൊഴിലവസരങ്ങളില്ലേ, എവിടെ അതൊക്കെ പോട്ടെ, 15 ലക്ഷം രൂപയുണ്ടല്ല ഓരോരാളുടെ അക്കൗണ്ടിൽ ഇടുന്നു പറഞ്ഞു. ആ 15 ലക്ഷം എവിടെ പറയൂ കുലശ്രീ സംഘിണി എവിടെ? എന്റെ കുലശ്രീ സംഘിണി ചേച്ചി നിങ്ങൾക്കുണ്ടല്ല കുറച്ച്
കുറച്ചെങ്കിലും കോമൺ സെൻസ്, കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഈ സമരം ചെയ്യുന്നതിന് മുമ്പിലെ നിങ്ങൾ ചിന്തിക്കുമായിരുന്നു, നമ്മൾ ഇങ്ങനെ ഒരു സമരം ചെയ്യുമ്പോൾ നമ്മൾ 10 വർഷം മുന്നേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ കാര്യങ്ങൾ എവിടെയെന്ന് ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കുമെന്ന് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുമായിരുന്നു. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ചിന്തിക്കേണ്ട ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുണ്ടല്ല ഈ പ്രസ്ഥാനത്ത് നിൽക്കില്ലായിരുന്നു എന്റെ തോറ്റ അശ്വിനി MLA. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, നിങ്ങളുടെ ഇമാതിരി ഒരു പൊട്ടത്തരം കാണിച്ചോണ്ട് വേറൊരാൾ ശരിക്കും പെട്ട്. അതാരാന്നറിയാം? നിങ്ങളപ്പുറം തന്നെ അപ്പുറത്ത് പൊട്ടി വേറൊരാളില്ലേ, മഞ്ചേശ്വരത്തെ തോറ്റ MLA ഉള്ളിസുരിയാണ് ഇപ്പൊ പെട്ടിട്ടുള്ളത്. മൂപ്പറാണ് 10 വർഷം മുന്നേ 50 രൂപക്ക് പെട്രോൾ കിട്ടുമെന്ന് അങ്ങ് തള്ളി മറിച്ചത്. പക്ഷെ ആ കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ മലയാളികൾ ഏറെക്കുറെ മറന്ന അവസ്ഥയിലായിരുന്നു. പക്ഷെ പുലസി സംഗിണി ചേച്ചി നിങ്ങളുണ്ടല്ലോ ആ കാര്യം വീണ്ടും ഓർമ്മിപ്പിച്ചിട്ട് നമ്മുടെ മഞ്ചേശ്വരത്തെ തോറ്റ MLA നമ്മൾ ഉള്ളിസുരാട്ടിനെ ഉണ്ടല്ല വീണ്ടും ഏറെ കൊണ്ടുപോയിട്ട്. അതുകൊണ്ടുണ്ടല്ലോ നിങ്ങൾ ഇനിയുണ്ടല്ലോ അടുത്ത 5 വർഷം കോൺഗ്രസിനെ ഭരിക്കാനും മരിക്കാനും വിടില്ലാന്നും പറ്റി ഇമാതിരി പ്രഹസന കോമഡി സമരങ്ങളുണ്ടല്ല, ആ സമരങ്ങളായിട്ട് ഈ കേരളത്തിൽ വന്നുകൊണ്ടേയിരിക്കണം. എന്നാലേ നമ്മൾ മലയാളികൾക്ക്, നിങ്ങൾക്ക് 3 സീറ്റ് എന്ന മലയാളികളുണ്ടല്ല അവർക്ക് മനസ്സിലാവും ഇവർക്ക് ഈ സീറ്റ് കൊടുത്തത് വലിയ മണ്ടത്തരായി പോയി, ആന മണ്ടത്തരായി പോയി എന്ന് മനസ്സിലാകൂ. എന്നാൽ മാത്രമേ നിങ്ങളെപ്പോലെ പൊട്ടത്തിലും പ്രഹസനവും കാണിക്കുന്ന കുലസ്ത്രീകളും കുലപുരുഷന്മാരും ഈ കേരളത്തിൽ 8 നിലയെ പൊട്ടു. അപ്പൊ എന്തായാലും ലോക പൊട്ട നായികനായിട്ട് വന്ന നമ്മളെ തോറ്റ MLA അശ്വിനിക്കും അതിന്റെ കൂടെ ഏറിപ്പോയ നമ്മുടെ ഉള്ളി സുരുവേട്ടനും പിന്നെ അന്വേഷിക്കപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.